Hello guys. ഇന്ന് കാണാൻ പോകുന്നത് ഗ്രിൻഡൽവാൾ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിലെ വളരെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജസ് കാണാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലത്ത് അങ്ങനത്തെ വില്ലേജസിൻ്റെ ഇടയിലുള്ള റോഡുകളും അതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ വേറെ അവിടെയുള്ളത് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. അതെന്തൊക്കെയാണെന്ന് വഴിയെ കാണിക്കാം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിയെ കാണിക്കാം. ഞങ്ങൾ ഇന്റർലേക്കൻ OST സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് ഗ്രിൻഡൽവാൾ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഒരു 30-35 മിനിറ്റ്സിൽ ഇന്റർലേക്കന് ഗ്രിൻഡൽവാൾ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ ഒരു 10-15 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തും എന്നാണ് കണ്ടത്. ഞങ്ങളങ്ങനെ സ്റ്റേഷനിൽ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഈ ചൂടാണ്. അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര കൂളും ഭയങ്കര കാറ്റുള്ളപ്പോൾ തണുപ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിലും വെയിലിന് ഭയങ്കര ശക്തി കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് മേലെ ആയതുകൊണ്ട്, മേലത്തെ ഭാഗം ആയതുകൊണ്ട് സണ്ണ് കുറച്ചുകൂടെ അടുത്തായിരിക്കും. അപ്പൊ അതുകൊണ്ടാവുന്നു ഭയങ്കരമായിട്ട് ചൂട് ശരിക്കും നമ്മളിങ്ങനെ അടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ നടന്നു പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. ഒരു ടൗണിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ദൂരെ നമുക്ക് യങ് ഫ്രയോക്ക് റീജിയൻ ആ മല ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്രൗണ്ടും കുറെ കുട്ടികൾ കളിക്കുന്നതും അങ്ങനെയൊക്കെ കണ്ട് ഒരു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു നടക്കാനായിട്ട്. നടന്നു പോകുന്ന ഈ വഴിയുടെ സൈഡിലെല്ലാം കൂടുതലും കാണുന്നുണ്ടായിരുന്ന ഹോട്ടൽസും അതുപോലെ തന്നെ ഷോപ്സും അങ്ങനെയൊക്കെയായിരുന്നു. വീടുകളൊക്കെ ആ കാണുന്ന ദൂരെയുള്ള സ്ഥലത്താണെന്നാണ് തോന്നുന്നത്. ഈ വഴിയിലൊന്നും വീടുകളൊന്നും അത്ര കാണുന്നുണ്ടായിരുന്നില്ല. പോകുന്ന വഴിയിൽ അങ്ങനെ ഒരുപാട് വണ്ടികളൊന്നും കാണുന്നുണ്ടായില്ല. ഇടയ്ക്ക് ഓരോ കാറുകൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. പൊതുവെ തിരക്ക് കുറവായിരുന്നു ഇന്റർലേക്കനിലും അതുപോലെ തന്നെ ഗ്രിൻഡൽവാളിലും. അങ്ങനെ ഞങ്ങൾ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിയിട്ട് കേബിൾ കാറിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ കണ്ട ഒരു കാര്യം, പല അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആയിട്ട് മേലെന്ന് താഴോട്ട് വരുന്ന ബൈക്സ് ഒക്കെ ഈ കാർസിനകത്ത് തൂക്കിയിട്ടിട്ടാണ് അവര് മേലോട്ട് എത്തിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന കാറിനകത്ത് കാണുന്ന വൈറ്റ് സാധനത്തിനകത്ത് തൂക്കിയിട്ടിട്ട് അത് മേലേക്ക് എത്തിക്കുകയാണ്. ഏകദേശം ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് കാർസ് ആണത്. പക്ഷെ അധികം തിരക്കും ക്രൗഡും ഇല്ലാത്ത കാരണം അവര് നമ്മളെ 4 പേര് ഇരിക്കാനായിട്ട് അലോ ചെയ്തു. അപ്പൊ ആ യാത്രയുടെ തുടക്കത്തിൽ അത് കേബിൾ കാർ അത്യാവശ്യം നല്ല രീതിയിൽ ജിഗിൾ ചെയ്യണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് സ്റ്റഡി ആയിട്ട് പോകാനായിട്ട് തുടങ്ങി. ഈ കേബിൾ കാർ യാത്രയിൽ നമ്മൾ താഴെ കുറച്ചുകൂടെ വീടുകളാണ് കാണുന്നുണ്ടായിരുന്നത്. മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കൂടുതലും ഫാമും അങ്ങനെയൊക്കെയാണല്ലോ കാണുന്നുണ്ടായിരുന്നത്, ഫാം ആനിമൽസും ഒക്കെ. പക്ഷെ ഇവിടെ ശരിക്കും ആളുകൾ താമസിക്കുന്ന വീടുകളും ആ വീടുകളിലേക്ക് പോകാനുള്ള വഴികളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ മേലോട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മൾ മുമ്പത്തെ യാത്രകളിൽ കണ്ടായിരുന്ന പോലെ തന്നെ ഫാമും ഫാം ആനിമൽസിനും കാണാനായിട്ട് തുടങ്ങി. ഇടയിൽ 1-2 സ്റ്റേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോകാനായിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പൊ ഇടയിലുള്ള സ്റ്റേഷൻ എത്തുമ്പോൾ അത് കേബിൾ കാർ സ്ലോ ഡൗൺ ചെയ്ത് ഡോർ തുറക്കും. അങ്ങനെയാണ് ആളുകൾക്ക് ഇറങ്ങാനായിട്ട് പറ്റുണ്ടായിരുന്നത്. ഏറ്റവും മേലത്തെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി. നമ്മൾ ആദ്യം പോയത് ഫസ്റ്റ് ക്ലിഫ് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യാനായിട്ടാണ്. ഈ ക്ലിഫ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ ഫേസിന്റെ സൈഡിലൂടെ
എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഡഡ് ബ്രിഡ്ജിലൂടെയുള്ള വാക്കാണ്. അപ്പോൾ ഈ മെറ്റൽ പ്ലാറ്റ്ഫോം ഓൾമോസ്റ്റ് ഒരു 2200 മീറ്റേഴ്സിൻ്റെ അടുത്ത് നീളമുള്ളതാണ്. അതിൻ്റെ ഓരോ സൈഡിലെത്തുമ്പോഴും നമ്മൾ കാണുന്ന വ്യൂവും മാറിക്കൊണ്ടിരിക്കും. വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 to 45 മിനിറ്റ്സ് എടുക്കും എന്നാണ് പറഞ്ഞത് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് ആ മലയുടെ സ്ട്രക്ചറിനെ ഒരുപാട് നശിപ്പിക്കാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനെ നേരെ നടന്നു പോകാൻ പറ്റില്ല, ചെറുതായിട്ട് കുനിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെയും കുറെ സ്ഥലങ്ങളിലായിട്ട് ലവ് ലോക്സ് അവര് വെച്ചിട്ടുണ്ട്. അത് സ്വിറ്റ്സർലൻഡിലെ ഏത് ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ചെന്നാലും നമുക്കത് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ സ്ഥലം ഇരിക്കുന്നത് അത്യാവശ്യം ഉയരത്തിലായതുകൊണ്ടും പിന്നെ കുറച്ച് കാറ്റും ഒക്കെ ഉള്ള കാരണം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ക്ലിഫ് വാക്ക് ഇവിടുത്തെ കാലാവസ്ഥയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒക്ടോബർ ടു ഡിസംബർ ടൈമിൽ ഇത് ഓപ്പൺ ആയിരിക്കില്ല എന്നാണ് കണ്ടത്. കാരണം ആ സമയത്ത് ഒരുപാട് മഞ്ഞ് പെയ്യുന്ന ഒരു സമയമായതുകൊണ്ടായിരിക്കാം അത് ആ സമയത്ത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സമ്മർ ടൈമിൽ ഇവിടെ നിന്നുള്ള പല ഹൈക്കിംഗ് ട്രെയിൽസും കൂടെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ജൂൺ ടു സെപ്റ്റംബർ ടൈമിൽ പോയി കഴിഞ്ഞാൽ ഹൈക്കിംഗ് ട്രെയിൽസും കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഏത് മൗണ്ടൻ പീക്ക് ആണെന്നൊക്കെ. പിന്നെ അവിടെ നിന്നുള്ള വ്യൂവും ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് വെതറും ഭയങ്കര നല്ലതായിരുന്നു, അത് കാരണം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. ഈ നടക്കുന്ന സെക്ഷൻ ശരിക്കും നമ്മളൊരു സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ നടക്കുന്ന സെയിം ഫീൽ ആയിരുന്നു. നമ്മളിൽ ആർക്കും ഹൈറ്റിനോടുള്ള പേടിയില്ലാത്തത് കൊണ്ട് ഇതിലെ നടക്കാനായിട്ട് വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. പിന്നെ പൊതുവെ കേട്ടിരിക്കുന്ന സ്വിറ്റ്സർലൻഡിലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ സേഫ് ആണെന്നാണ്. അപ്പൊ അതിൻ്റെയും കൂടെ ധൈര്യത്തിൽ നമ്മൾ അങ്ങ് നടന്നു. ആ ദൂരെ കാണുന്നത് ഇവിടുത്തെ ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോം ആണ്. അത് ഈ മലയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 45 മീറ്റേഴ്സ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഈ നമ്മൾ നടന്നു പോകുന്ന ഈ സെയിം വഴിയുടെ വീതി തന്നെയാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാനായിട്ട് അത്ര ഈസി അല്ല. അപ്പൊ അതാണ് നമ്മൾ ആ കാണുന്ന ഒരു ക്യൂ ആണ് അവിടെ കാണുന്നത്. അപ്പം ക്യൂ നിന്ന് പതുക്കെ നടന്നു പോയി തന്നെ അത് കാണണം. ഈ മലയുടെ ഏറ്റവും ടോപ്പ് പോയിന്റിലായിട്ടൊരു റെസ്റ്റോറന്റ് ആണുള്ളത്. അതാണ് ഈ കാണുന്നത്. ആ റെസ്റ്റോറന്റിന്റെ സൈഡിലേക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ ഒരു കുറുക്കൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കുറെ അത് നോക്കി നിൽക്കുകയായിരുന്നു. വലിയ ആൾക്കാരും അതിനെ റെക്കോർഡ് ചെയ്യും. പിന്നെ എന്തോ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അത്. അപ്പൊ ആ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് അങ്ങനെ വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അവിടെ അത്യാവശ്യം നല്ല തിരക്കുമായിരുന്നു. പിന്നെ ആളുകളൊക്കെ പെട്ടെന്ന് വന്ന് പോവായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം റെസ്റ്റോറന്റിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ട്രെയിൽ കണ്ടു, ഹൈക്കിംഗ് ട്രെയിൽ പോലെ. അപ്പൊ നമ്മൾ അതിലൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലെ നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ട്രെയില് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഈ ട്രെയില് മേലോട്ടുള്ള ഒരു ക്ലൈംബ് തന്നെയാണ്. ഏകദേശം ഒരു 5 to 10 മിനിറ്റ്സിൽ നമ്മൾ ആ വ്യൂ പോയിന്റിന്റെ അടുത്തായിട്ട് എത്തി.
ഈ വ്യൂ പോയിന്റും ഒരു ചെറിയ ഏരിയയിലായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ക്യൂ നിന്ന് അവരുടെ ചാൻസ് വരുമ്പോൾ മേലെ പോയിട്ട് ഫോട്ടോ എടുക്കുകയും കാണുകയും ഒക്കെ ചെയ്യാണ്. അവിടെ ഒരു ഫോട്ടോ പോയിന്റും അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വ്യൂ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ എല്ലാ സൈഡിലേക്കുമുള്ള വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു. മറ്റേ വ്യൂ പോയിന്റിൽ ഒരു സൈഡിലെ വ്യൂ മാത്രമാണ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിനുശേഷം ഇനി ഇവിടെ കാണാനുണ്ടായിരുന്നത് ഒരു 1.5 hour മേലെ ഹൈക്ക് ചെയ്ത് പോയിട്ടുള്ള ബച്ചാൽസി ലേക്ക് ആയിരുന്നു. പക്ഷേ സയാൻ അവന്റെ പ്രോപ്പർ ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവനൊരു നോർമൽ ഹുഡി ജാക്കറ്റ് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കാരണം മേലോട്ട് പോകും തോറും അത്യാവശ്യം നല്ല പോലെ അവന് തണുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും വിൻഡർ ജാക്കറ്റ് എടുത്തിരുന്നു. പക്ഷെ അവൻ എടുക്കാത്ത കാരണം കുറെ നേരം അവിടെ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് ലേക്ക് പ്ലാൻ ക്യാൻസൽ ചെയ്ത് താഴെ പോയിട്ട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ പല അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും പല ലെവലിലായിട്ടാണുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ആ മേലെന്ന് താഴോട്ട് ട്രെക്ക് ചെയ്ത് ഇറങ്ങി വന്നു. ഇനി ഈ ഫ്ലോറിലുള്ളത് മൗണ്ടൻ കാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ മൗണ്ടൻ കാട്ടിനുള്ള ലൈനാണ് നമ്മൾ ആ നേരെ കാണുന്നത്. ഒരുപാട് നേരം വെയിറ്റ് ഇല്ല, ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മേലെ കേബിൾ കാർസ് വരെയും പോവുകയൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ടായിരുന്നു. ക്യൂല് വെയിറ്റ് ചെയ്യുമ്പോ കണ്ടു കുറെ പേര് അവിടെ ഫ്ലൈങ് ചെയ്യുന്ന കാണുന്നുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആയിരുന്നു. നമ്മൾ കുറച്ച് പിക്ചേഴ്സും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് മൗണ്ടൻ കാട്ട്. അപ്പൊ ഇത് 3 വീൽസും പിന്നെ ഹാൻഡിൽസിൽ ബ്രേക്കും ഉള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ കണ്ട കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് താഴെയുള്ള കേബിൾ കാറിന്റെ സ്റ്റേഷനിലേക്ക് മലയുടെ സൈഡിലൂടെ തന്നെ ഇറങ്ങി വരുന്ന ഒരു വഴിയിലൂടെയാണ് ഓടിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിൽ ഇങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള ടേണിങ്സും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഒരു സൈഡിൽ ഫുൾ ഭയങ്കര താഴ്ചയും ഒക്കെ ഉണ്ടായിരുന്നു. മിനുവിനാണെങ്കിൽ അത് ഓടിക്കാനായിട്ട് ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനീഷ് മോസ്റ്റ് ഓഫ് ദി ടൈം മിനുവിന്റെ ഒരു സൈഡിലൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ആ താഴ്ചയുള്ള സൈഡിലേക്ക് വീഴാതിരിക്കാനായിട്ട്. ഇതതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ കുറെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ചെയ്തത് ട്രോട്ടി ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പൊ നമ്മള് മൗണ്ടൻ കാട്ട് ഇറങ്ങിയ സ്റ്റേഷനിൽ തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ട്രോട്ടി ബൈക്കും എടുക്കേണ്ടത്. അപ്പൊ ട്രോട്ടി ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വീൽസും അതുപോലെ ഹാൻഡിലിൽ ബ്രേക്കും ഉള്ള ഒരു വണ്ടിയാണ്. അതിനകത്ത് നമ്മൾ നിന്നുകൊണ്ടാണ് അത് റൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിലാണ് ഇത് ഓടിക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കാം. അപ്പോൾ ഈ റൈഡിന്റെ ഓൾമോസ്റ്റ് എൻ്റയർ ദൂരം നമ്മൾ ഈ ചെറിയ റോഡുകളിൽ കൂടെ, വില്ലേജിലുള്ള റോഡുകളിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ റൈഡ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനും ഓപ്ഷൻ ഉണ്ട്. അതല്ല കേബിൾ കാറിൽ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് പോകാനാണെങ്കിൽ അങ്ങനെയും ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബൈക്ക് നമ്മൾ ആദ്യം ഓടിച്ചു തുടങ്ങിയപ്പോൾ അതിന്റെ കൺട്രോൾ കിട്ടാനായിട്ട് നമുക്ക് കുറച്ചൊരു ടൈം എടുത്തു അത് മനസ്സിലാവാനായിട്ട്. കാരണം ഇതിനകത്ത് നമുക്ക് പെഡൽ ചെയ്യാനോ അല്ലെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. അപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു നേരെയുള്ള വഴി അല്ലെങ്കിൽ കയറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാല് വെച്ച് പുഷ് ചെയ്തിട്ട് അത് മൂവബിൾ ആക്കണം. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈമും അതൊരു താഴോട്ടുള്ള ഒരു റോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പുഷ് ചെയ്ത് കയറി കഴിഞ്ഞാൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ചില സ്ഥലത്ത് അതിന്റെ സ്പീഡ് വളരെ കൂടുമ്പോൾ നമ്മൾ ബ്രേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം. കുറച്ചൊന്ന് താഴേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആ ഒരു വില്ലേജ് ഭംഗിയൊക്കെ കാണാനായിട്ട് തുടങ്ങി. ചെറിയ ഫാം ഹൗസസും അതുപോലെ പശുക്കളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് തുടങ്ങി.
അപ്പോൾ മോസ്റ്റ്ലി എല്ലായിടത്തും അവരങ്ങനെ ഒരു കയറ് കെട്ടിവെച്ച് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ആളുകൾ പുല്ലിൻ്റെ ഉള്ളിൽ പോവാതിരിക്കാനായിട്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രം അവരവിടെ കുറച്ച് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളും അവിടെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ചുകൂടി താഴേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഫാം ആനിമൽസിനും ഫാമും ഒക്കെ കാണാനായിട്ട് തുടങ്ങി. അപ്പം ഈ സ്വിറ്റ്സർലൻഡിലെ ഈ പശുക്കൾ മേയുന്ന ഈ ഒരു സീനറി നമ്മൾ ഇതുവരെ എവിടെയും ഇത്ര ക്ലോസ് ആയിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും കേബിൾ കാറിൽ പോകുമ്പോഴും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇത്ര അടുത്ത് അത് കാണാനായിട്ട് നമുക്ക് ഇവിടെയാണ് സാധിച്ചത്. അപ്പൊ ഈ സ്ഥലത്തും നമ്മൾ കുറച്ചു നേരം നമ്മുടെ ബൈക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മൾ പോയത്. ഈ റൈഡ് ഓൾമോസ്റ്റ് ഒരു 30 to 45 മിനിറ്റ്സ് ആണ്. അപ്പൊ ഇത് ബോട്ട് സ്റ്റേഷൻ, അതായത് നമ്മൾ മൗണ്ടൻ കാട്ട് ഇറങ്ങിയ സ്റ്റേഷനിൽ നിന്ന് ഗ്രിൻഡൽവാൾഡ് വില്ലേജ് വരെ ഈ ബൈക്കിലാണ് നമ്മൾ പോവേണ്ടത്. അപ്പം ആദ്യം കുറെ നേരം ഈ മല ഇറങ്ങുന്നത് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ടൗണിലെത്താൻ തുടങ്ങി. പിന്നെ റോഡ് സൈഡിൽ കൂടെയാണ് നമ്മൾ ഇത് ഓടിക്കുന്നുണ്ടായിരുന്നത്. ട്രോട്ടി ബൈക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടത് ഗ്രിൻഡൽവാൾഡ് വില്ലേജിലുള്ള ഒരു സ്ഥലത്തായിരുന്നു. അപ്പം അങ്ങോട്ട് പോവേണ്ട വഴി നമുക്ക് അറിയാനായിട്ട് അവർ റോഡിൽ തന്നെ ഈ ബൈക്ക് പോകേണ്ട റൂട്ട് ഒരു യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സൈൻ ഫോളോ ചെയ്താണ് എൻ്റെ ഡിസ്റ്റൻസ് പോവുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ടൗൺ എത്താനായിട്ട് തുടങ്ങി. നമ്മൾ വീടുകളും ഒക്കെ കാണാനായിട്ട് തുടങ്ങി. നമുക്ക് സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും വെച്ചിട്ട് ഏറ്റവും അധികം ഇഷ്ടമായത് ഈ ഒരു റൈഡായിരുന്നു. കാരണം ഈ ഒരു റൈഡിൽ നമ്മൾ പല പല റോഡുകളിലൂടെ പോവുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സ്പീരിയൻസസും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഏറ്റവും അധികം എൻജോയ് ചെയ്തത് ഈ ഒരു റൈഡായിരുന്നു. ഫൈനലി ഞങ്ങൾ ശരിക്കും വണ്ടികളൊക്കെ പോകുന്ന ഒരു റോഡിൽ തന്നെ എത്തി. അപ്പൊ അവിടെയും ഈ ബൈക്കിന് പോകാനായിട്ടുള്ള വഴി അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളിത് ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലത്തെത്തി വണ്ടി ഡ്രോപ്പ് ചെയ്തു. അപ്പൊ മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരുപാട് ഓർമ്മകളും എക്സ്പീരിയൻസസ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങള് ഇനി 2 more days ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരിക്കും. ഇന്ന് ഈവനിങ് നമ്മൾ ജനീവ പോവും. അപ്പൊ അവിടുത്തെ സേൺ വിസിറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പൊ നാളെ സേൺ വിസിറ്റ് ചെയ്ത് നാളെ ഈവനിങ് നമ്മളുടെ ഫ്രണ്ടിന്റെ വീട് ബാസലിൽ പോയിട്ട് മറ്റന്നാൾ രാവിലെ ഞങ്ങൾ പാരീസിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയില് നമ്മൾ പാരീസിലെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും.